നാലാം ലോക കേരള സഭയിൽ പങ്കെടുത്ത് കോൺഗ്രസ് ഘടകം. സഭാ സമ്മേളനം ബഹിഷ്കരിച്ച് കോൺഗ്രസ് നേതാക്കൾ മാറി നിന്നതും വിമർശിച്ചതും നീതിയുക്തമല്ല. ഒരുപക്ഷെ അടുത്തത് UDF ഭരണമെങ്കിൽ ലോക കേരള സഭ നടത്തുമോ എന്ന് വ്യക്തമാക്കാൻ കോൺഗ്രസ് ബാധ്യസ്ഥരാണെന്നും സമ്മേളനം ബഹിഷ്കരിച്ചവർ നയം വ്യക്തമാക്കണമെന്നും പ്രവാസി കോൺഗ്രസ് സംഘടന തുറന്നടിച്ചു. നാലാം ലോക കേരള സഭയെ വിമർശിച്ചും സമ്മേളനം ബഹിഷ്കരിച്ചും കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കൾ മാറി നിൽക്കുന്ന സാഹചര്യത്തിലാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ ഉൾപ്പെടെ നിരവധി കോൺഗ്രസ് ഘടകകക്ഷികൾ സഭാ സമ്മേളനവേദിയിൽ സാന്നിധ്യമറിയിച്ചത്. പ്രവാസികളുടെ ഉന്നമനത്തിനായുള്ള സമ്മേളനവേദി ബഹിഷ്കരിച്ച് മാറി നിൽക്കുകയോ വിമർശിക്കുകയോ ചെയ്തത് നീതിയുക്തമല്ലെന്നും മാറി നിന്ന കോൺഗ്രസ് നേതാക്കൾ നയം വ്യക്തമാക്കണമെന്നും പ്രവാസി കോൺഗ്രസ് തുറന്നടിച്ചു. അത്തരം ആരോപണങ്ങൾ ബാലിശമാണെന്നുള്ളതാണ്. അല്ലെങ്കിൽ അതൊന്നും നിലനിൽക്കുന്നതല്ല. ഒരു പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും നമുക്ക് ചില സാക്രിഫൈസ് ചിലതൊക്കെ നമുക്ക് ത്യജിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് വില നൽകേണ്ടി വരും. ഈ 103 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്ന പരിപാടി നേരത്തെ തീരുമാനിച്ചതനുസരിച്ച് പ്രതിനിധികൾ നാട്ടിലെത്തിയതിനു ശേഷമാണ് ഈ ദുരന്തം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കൾച്ചറൽ പ്രോഗ്രാം ഉൾപ്പെടെയുള്ള ആഘോഷ പരിപാടികൾ പൂർണ്ണമായും മാറ്റിവെച്ചു അല്ലെങ്കിൽ ഒഴിവാക്കി എന്നുള്ളത് ഏറ്റവും സ്വാഗതാർഹമാണ്. അതുകൊണ്ട് അതിനെ ഒരു വലിയ വിഷയമായി ആരെങ്കിലും എടുക്കുന്നെങ്കിൽ അത് അത്ര കാര്യമാക്കേണ്ടതില്ല എന്ന് തന്നെയാണ് പ്രവാസി കോൺഗ്രസിൻ്റെ നിലപാട്. നിലവിൽ കേരളത്തിൽ പ്രവാസികൾക്കായി ഒരു അടിത്തറ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിക്കഴിഞ്ഞു. ഒരുപക്ഷെ അടുത്തത് UDF ഭരണമാണെങ്കിൽ ലോക കേരള സഭ നടത്തുമോ എന്നത് വ്യക്തമാക്കാൻ ബാലിശമായ ആരോപണം ഉന്നയിച്ച കോൺഗ്രസ് നേതാക്കൾ ബാധ്യസ്ഥരാണ്. ഈ സംസ്ഥാനത്തിനായാലും രാജ്യത്തിനായാലും നന്മ മാത്രം ചെയ്തിട്ടുള്ള ഒരു പ്രവാസി സമൂഹത്തിനെ ഒരു കുടക്കീഴിൽ അണിനിരത്തുന്ന പരിപാടികളിൽ ആരെങ്കിലും മാറ്റി നിർത്തണമെന്നോ മാറി നിൽക്കുകയോ അല്ലെങ്കിൽ വിമർശിക്കുകയോ ചെയ്യുന്നത് അല്പം പോലും നീതിയുക്തമല്ല. അതിനെ തള്ളി പറയാതിരിക്കാൻ നിർവാഹമില്ല. ആരെങ്കിലും ബഹിഷ്കരിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അവർ നയം വ്യക്തമാക്കേണ്ടതുണ്ട്. വരാൻ പോകുന്ന ഗവൺമെൻറ് ഒരുപക്ഷെ പ്രതിപക്ഷത്തിൻ്റെ ഒരു ഗവൺമെൻറ്റാണ് വരുന്നതെങ്കിൽ ഇത് തുടർന്ന് കൊണ്ടുപോകുമോ എന്ന് പ്രതിപക്ഷം പറയാൻ ബാധ്യസ്ഥരാണ്. ധൂർത്ത് എന്ന പ്രതിപക്ഷ ആരോപണം അനാവശ്യമാണ്. പ്രവാസി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ലോക കേരള സഭാവേദി ലോകത്തിന് തന്നെ മാതൃകയാണ്. സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിനും വികസനത്തിനും പ്രധാന ഘടകമായ പ്രവാസികളുടെ സമ്മേളനം നിലനിർത്തി മുന്നോട്ടു പോകാൻ നിയമപരമായ പരിരക്ഷ നൽകാനും തങ്ങൾ തയ്യാറാണെന്ന് പ്രവാസി കോൺഗ്രസ് വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.